രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 25-ന് നടക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 25-ന് നടക്കും. 3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത്. ജൂൺ 6-ന് വിജ്ഞാപനം പുറത്തിറക്കും. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 13-നാണ്. ജൂൺ 18-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. എളമരം കരീം CPM, ബിനോയ് വിശ്വം CPI, ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 1-നാണ് മൂവരും രാജ്യസഭയിലെ കാലാവധി പൂർത്തിയാക്കുന്നത്. ജൂൺ 25-ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇലക്ഷൻ. അന്ന് തന്നെ വോട്ടെണ്ണുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിലെ നിയമസഭാ പ്രാതിനിധ്യം അനുസരിച്ച് LDF-ന് 2 പേരെയും UDF-ന് ഒരാളെയും വിജയിപ്പിക്കാനുള്ള അംഗസംഖ്യയേ ഉള്ളൂ. മുന്നണിയിലെ വലിയ കക്ഷിയായ CPM അവരുടെ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല. രണ്ടാമത്തെ സീറ്റ് ആർക്കെന്ന തർക്കം മുന്നണിയിൽ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സീറ്റിലേക്ക് CPI-യും കേരള കോൺഗ്രസ് മാണിയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഒഴിവ് വരുന്ന ഒരു സീറ്റിൽ അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് നീക്കം സജീവമാക്കിയതോടെ CPI-യും രംഗത്തു വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനു വേണ്ടി കാഞ്ഞിരപ്പള്ളി, ഇരിക്കൂർ സീറ്റുകൾ വിട്ടുനൽകിയതടക്കം CPI ചൂണ്ടിക്കാട്ടുന്നു. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ സീറ്റിന് അർഹതയുണ്ടെന്നാണ് നേതാക്കളുടെ വാദം. ഇക്കാര്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കും. UDF-ൽ നിന്ന് രാജ്യസഭാ അംഗത്വവുമായാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് എത്തിയത്. UDF-ലായിരിക്കെ 2018-ൽ ജയിച്ച് രാജ്യസഭാ സീറ്റ് ഇടതുപ്രവേശനത്തിന് തൊട്ടു പിന്നാലെ 2021 ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു. 2021 നവംബറിലാണ് ഇടതുമുന്നണിയുടെ ഭാഗമായി വീണ്ടും രാജ്യസഭയിലേക്ക് ജോസ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സീറ്റ് താങ്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് കേരള കോൺഗ്രസ് വാദം. UDF-നുള്ള ഒരു രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനാണ് നേതൃത്വത്തിൽ ധാരണ. ഇത്തവണത്തെ സീറ്റ് ലീഗിന് നൽകാനും അടുത്ത തവണത്തേത് കോൺഗ്രസ് എടുക്കാനുമാണ് തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.